ഇപ്പൊ ഫീൽഡ് വന്നേ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇമ്പോർട്ടൻസ് ചെയ്തിനാ കൊടുത്തിരിക്കുന്നത് ആസ് എൻ ആക്ട്രസ്, ഈ പറഞ്ഞ പോലെ പഠിത്തത്തിന് വേണോ, യു വോണ്ട് ടു വർക്ക് അഗെയിൻ? ഇപ്പൊ സിനിമ ഫുൾ ഓൺ സിനിമ തന്നെയായി. ബിക്കോസ് പഠിത്തം കഴിഞ്ഞ 2025 ഡിസംബർ വരെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലായിരുന്നു. അപ്പോൾ മാസ്റ്റേഴ്സ് മാത്രമായിരുന്നു മനസ്സിൽ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഫുൾ ഓൺ കമ്മിറ്റഡ് ടു മൈ സ്റ്റഡീസ്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് സിനിമ. അതെ, ഇപ്പൊ പണിയില്ല, അൺഎംപ്ലോയിഡ് ആണ്. അപ്പൊ പിന്നെ സിനിമ തന്നെ. ഞാനപ്പോ ജോലിയൊന്നും നോക്കിയില്ലായിരുന്നു, ബിക്കോസ് ഐ വാണ്ടഡ് ടു കമ്മിറ്റ് ടു സിനിമ. അപ്പൊ ഇനി സിനിമ എങ്ങനെ പോകുന്നു അനുസരിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. You have given time to cinema now. Absolutely. Okay, all the best. Thank you. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ for the bright future. Because വേണമെന്ന് വിചാരിച്ചിട്ടല്ല മോള് വന്നേ, തമ്പുരാന്റെ തീരുമാനമാ. പല പ്രാവശ്യം പുറകോട്ട് പോയിട്ടും തമ്പുരാൻ തള്ളി ഇങ്ങോട്ട് വിട്ടു. മേ ബി യു വോണ്ട് ടു ബിക്കം ആൻ ആക്ട്രസ്. മേ ബി അല്ലേ? അപ്പം നമ്മൾ അതിനകത്തൊരു സത്യസന്ധത കാണിക്കണം എന്ന് എനിക്ക് തോന്നി. ആ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് എടുത്തില്ല എന്ന് എനിക്ക് തോന്നി. സോ ലൈക്ക് യു സെഡ്, നോക്കാം നമുക്ക് നന്നായിട്ട്. അപ്പം ഇത്രയും നാള് മോള് ചെയ്തതിൽ വാട്ട് ഇസ് ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് യു ഹാവ് ഗോട്ട്? ബെസ്റ്റ് കോംപ്ലിമെന്റ് ഐ ഹാവ് ഗോട്ടൺ ആൾക്കാരുടെ അടുത്തുനിന്നാണോ? എനിവൺ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കാനില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദൃശ്യം ഇറങ്ങുന്നതിന് മുന്നേ അന്ന് ലാലങ്കിളുടെ നമ്പറൊന്നുമില്ല. അങ്കിള് പക്ഷെ എവിടുന്നോ നമ്പർ എടുത്തിട്ട്, ആരുടെ അടുത്ത് ചോദിച്ച നമ്പർ എടുത്തിട്ട് എൻ്റെ ഫാദറിനെ വിളിച്ചു. മോളുണ്ടോ അവിടെ? ഞാനിപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൃശ്യത്തിന്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വരും എന്ന് അങ്കിള് പറഞ്ഞു. ഒരു സന്തോഷം ആലോചിച്ച് ചോദിക്കേ, ഫോണിലൊക്കെ ലാലേട്ടൻ വിളിക്കാന്നൊക്കെ പറയുന്ന നമുക്കൊക്കെ ഡ്രീം കം ട്രൂ അല്ലേ? അതെ, ആബ്സല്യൂട്ട്ലി. കാരണം അത് അങ്കിൾക്ക് അതിനെ വിളിക്കുകയോ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യം ഇല്ലല്ലോ. സിനിമ കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു, പോയാൽ മതി. പക്ഷെ ആ ഡബിങ്ങിന്റെ ഇത് കണ്ടപ്പം ഹി ഫെൽറ്റ് ലൈക്ക് ഗിവിങ് എ കോൾ. അല്ലാതെ നമ്മൾ ഇൻ ബിറ്റ്വീൻ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പം അതൊരു ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതെ, ഫ്രം such a big legend അല്ലേ? ഇനിയിപ്പോ എന്നാന്ന് വെച്ചാൽ ഞങ്ങള് ഈ പ്രേക്ഷകരും എല്ലാം മോക്ക് വേണ്ടി പറയുന്ന വെച്ചാൽ യു ഷുഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇനിയിപ്പോ മോളായിട്ടല്ല കാണാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു സീ ആസ് ആൻ ആക്ട്രസ്. ഇനി മോക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ടുവച്ചിട്ടില്ല. ഇപ്പം ചില ക്യാരക്ടേഴ്സ് കാണുമ്പം അങ്ങനെ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുണ്ട്. സംടൈംസ് ഇറ്റ്സ് ഇങ്ങനെ എന്താ പറയാ, ആരും ഒരു വില്ലനായിട്ട് ഭയങ്കര ഒരു വില്ലത്തിയായിട്ട്, വളരെ ക്രൂവൽ ആൻഡ് വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനത്തെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൾസോ എൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പലരായിട്ട് അഭിനയിക്കാൻ പറ്റും, പലരായിട്ട് ജീവിക്കാൻ പറ്റാണല്ലോ. അപ്പം ജീവിതത്തിൽ അങ്ങനെ ഒരാളാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അറ്റ്ലീസ്റ്റ് സിനിമയിൽ യു ഗെറ്റ് ടു എക്സ്പ്ലോർ ദോസ് തിങ്സ്. അപ്പം നെഗറ്റീവ് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഈ പറഞ്ഞ പാവം, ഇന്നസെന്റ്, ക്യൂട്ട്, അല്ലെങ്കിൽ ടീനേജ് വാശിയുള്ള, ടാൻട്രംസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ചിലപ്പം അങ്ങനെയുള്ള ഒരു സ്പേസ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നു. ആക്ടർ ലാലങ്കിളായിരിക്കും ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആക്ട്രസിനും അവരുടേതായ ഒരു സിഗ്നേച്ചർ നമുക്ക് വെക്കണം എന്നാണ്. യു ടു decided to do that? I don't know. എന്താ സിഗ്നേച്ചർ വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത് വരും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിഗ്നേച്ചർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് മോക്ക് എത്തട്ടെ. ആളുകൾ പറയായിരിക്കും ഇതാണ് എസ്തറിന്റെ സിഗ്നേച്ചർ എന്ന് വൺ ഡേ. സോ അപ്പം ദാറ്റ് വിൽ ബി എ ബിഗ് റെക്കഗ്നിഷൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നമുക്കിങ്ങനെ അറിയത്തില്ല എവിടെയാണ് എന്താണെന്ന് പോലും അറിയത്തില്ല. ബട്ട് ഇഫ് തിങ്സ് ഗോ വെൽ, എനിക്ക് തോന്നുന്നു ഒരു ദിവസം definitely the day will come. Thank you. അപ്പോൾ ഞാൻ അപ്പോഴും still I'll be here and I'll take with Annie's Kitchen. I'll be here and I'll take a good interview. Absolutely. പക്ഷെ അന്ന് ഡേറ്റ് തരണം. പിന്നെന്താ, ഇത് എന്റെയും എന്റെ പ്രേക്ഷകരും എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ അറിയും. ഡെഫിനറ്റ്ലി. അത് സാക്ഷിയുണ്ടല്ലോ, വിറ്റ്നസസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡേയിലേക്ക് എത്താൻ ഞങ്ങൾ ഇന്നേ ഒരു പ്രചോദനം തരാം. That's a small gift from us. Not too big, okay, but our sincere heart and എന്താ പറയാ, ഭയങ്കര നിറവോടുകൂടിയൊക്കെ തരാന്ന് പറയില്ലേ. It's a little bit. Thank you so much. For your bright future and എന്താ പറയാ, ആ ഒരു ഡേ വരാൻ വേണ്ടി we are waiting for that. Thank you. Annie's Kitchen. Let's cook with love.